എന്റെ സ്ഥലം പത്തനംതിട്ട റാന്നി ഐത്തലയാണ്. 15 വർഷം ഞാൻ ഗൾഫിലെ കുവൈറ്റിലെ ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, മക്കളൊക്കെ വിദേശത്താണ്, അവരാരും സമ്മതിക്കില്ല. മമ്മിക്ക് ആവശ്യമുള്ള പൈസ ഞങ്ങൾ തരും, മമ്മി എന്റെ പുറകെ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒന്നിനും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നോട് സ്കറിയ സാർ വന്ന് ഈ അവസരത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞു. പല പ്രാവശ്യം എന്നോട് നിർബന്ധിച്ചപ്പോഴ് ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പറയാം ശരി ഓക്കെ, പത്തനംതിട്ട മീറ്റിങ്ങിന് ഞാനൊന്ന് വരാം, പിന്നെ ഞാൻ ഒന്നിനുമില്ല, എന്റെ പുറകെ വന്നേക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പത്തനംതിട്ട മീറ്റിങ്ങിന് പോയി. അവിടെ അനീഷ് സാറിന്റെ ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെയും അനുഭവങ്ങളും ഇരിക്കുന്ന പിന്നെ അവര് നേടിയ അച്ചീവ്മെന്റ്സ് ഒക്കെ കേട്ട് അവരുടെ എല്ലാ അനുഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ശരി ഇതിനകത്ത് ചേരാം. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് അപ്പോഴേ തന്നെ എന്റെ പൈസ ഉണ്ടായിരുന്നു. ഞാൻ 5000 രൂപ എടുത്ത് ഞാൻ റോയ് സാറിന്റെ കയ്യിൽ കൊടുത്തു. സാറ് എന്തൊക്കെയാ പ്രൊഡക്റ്റ് എന്തൊക്കെ എടുക്കണം എന്ന് എനിക്കറിയില്ല, കാരണം ആദ്യം ചെന്ന് ഇതെന്താണോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, സാറ് തന്നെ അത് പിന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് ലിസ്റ്റ് എഴുതി പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് സാറ് എനിക്ക് തോന്നുന്നു പിന്നെ മണർകാട് നിന്നാ വാങ്ങിച്ചതെന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ട് എരുമേലിലുള്ള സൂസമ്മ മാഡത്തിന്റെ കൊടുത്ത് പുള്ളിക്കാരിയാണ് എനിക്ക് റാന്നിയില് കൊണ്ടുതന്നു. അപ്പൊ ഞാനിത് റാന്നി പോയി വാങ്ങി കാരണം അന്നേരം എന്റെ മകന്റെ മകൾ എന്റെ കൂടെ ഉണ്ട്. പിന്നെ അന്നേരം നാട്ടിലുള്ള സമയ. അപ്പം അവൾ അറിയാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വെച്ചാൽ അവൾ എങ്ങനെയും കണ്ടുപിടിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആന്റി ഇതിവിടെ വെക്ക്, ഞാന് ആവശ്യമുള്ളപ്പോ എടുത്തോളാം, അവിടെ വെച്ചേരെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1.5-2 അവിടെ വെച്ചു. അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്താണ് എന്റെ വീട്ടിലെ പേസ്റ്റ് അങ്ങ് തീർന്നപ്പം ഞാൻ വിചാരിച്ചു ഈ പേസ്റ്റ് ആണല്ലോ നമ്മള് വായിലിട്ട് ഇങ്ങനെ പല്ല് തേച്ചിട്ട് തുപ്പിക്കളയല്ലോ, നമുക്ക് ഉള്ളിലോട്ട് പോകുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ട് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ പേസ്റ്റ് വാങ്ങിച്ച് പല്ല് തേച്ചു. അങ്ങനെ സാധാരണ ഞാൻ റെഡ് ലേബിള് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലൊക്കെ തന്നെയുള്ള ഒരു ഇതാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1.5 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വായിക്കകം ഇങ്ങനെ നോക്കിയപ്പോഴ്, കാരണം എന്താ നേരത്തെ എന്റെ ഈ വായിക്കകം പൊട്ടി നിനക്ക് 2 കവളും പൊട്ടിയിട്ട് അതിന്റെ കറുത്ത പാടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് ഇതെന്തേലും വേറെ അസുഖം, കാരണം കുറെ നാളുകളായിട്ട് അതിങ്ങനെ മാറാതെ നിൽക്കുമ്പോ എനിക്കൊരു ഭയമായിരുന്നു. കാരണം എന്റെ ഒരു അമ്മാച്ചനും വായിക്കകത്ത് ക്യാൻസർ വന്നിട്ട് മരിച്ചു. അപ്പം ഇത് ഹോസ്പിറ്റലിൽ പോയി നോക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമാണെന്ന് പറയുമോ എന്നുള്ള ഭയത്തില് ഞാൻ ആശുപത്രി പോയില്ല. ഒന്നാമത്തെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിൽ താല്പര്യമില്ലാത്ത ആളാ. ഒരുവിധമായതൊന്നും അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല, വന്നാൽ തന്നെ ഞാൻ പോകാറില്ല ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഈ വായിക്കകത്തെ പൊട്ടല ഞാനിങ്ങനെ നോക്കിയപ്പോ ഉണ്ട്, അതിനൊരു പൊട്ടലല്ല, ആ കറുപ്പ് കളറിൽ ഒരു 70% ആ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റില് എനിക്കൊരു വിശ്വാസം ഉണ്ടായി. അതിനുശേഷം ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ എനിക്ക് നല്ല കിതപ്പായിരുന്നു. നമുക്ക് നിരപ്പ് സ്ഥലത്തൂടെ നടക്കുമ്പോൾ പോലും നല്ല കിതപ്പുണ്ടായിരുന്നു. എനിക്ക് കയറ്റം കയറാനോ അങ്ങനൊന്നും പറ്റത്തില്ലായിരുന്നു. നിരപ്പ് സ്ഥലത്തൂടെ ഇച്ചിരി നടക്കാൻ പറ്റത്തില്ല കിതപ്പ്. അപ്പൊ എന്റെ അനിയത്തിയൊക്കെ പറയും മാമയൊന്നും ചെയ്യാതെ ചെയ്യുന്നുണ്ട്, നടക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. കാരണം മക്കൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ മകനുള്ളപ്പോ അവന്റെ കൂടെ കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ല. ഞാൻ അങ്ങനെ ഒരു ഇത് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഒന്നിനും ഇറങ്ങുന്നില്ലാത്തത് കൊണ്ട് എനിക്കൊരു ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് ഈ ഞാനോ എന്റെ ലീഡേഴ്സിനോട് ചോദിച്ചപ്പോഴാ പറഞ്ഞതിന് പോലെ കവചപ്രാശും പിന്നെ വെൽഹാർട്ടും ഒക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ആ കിതപ്പ് മാറി. എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പ് കയറുന്നതിനും എനിക്ക് ഇപ്പൊ ഞാൻ 66 വയസ്സുണ്ട്. സ്റ്റെപ്പ് കയറുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കാലിന്റെ മുട്ടിന് വേദന കാരണത്താല് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ല. കിതപ്പ് സ്വന്തം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പിന്നെ അതിനുശേഷം എനിക്ക് നടുവിന് വേദന വന്നു. അപ്പൊ നടുവേദനയായിട്ടൊരു 3-4 ദിവസം എനിക്ക് അനങ്ങാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. ഒന്നും ചെയ്യാൻ അങ്ങനെ ഒരു അവസ്ഥയായി പോയി. നടുവേദന വന്നപ്പോ അങ്ങനെ ഞാൻ പല ഓയിൽമെന്റുകളിലും പുരട്ടി.
പുരട്ടി നോക്കി. കാരണം പിള്ളേരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ പുരട്ടി നോക്കിയിട്ട് ഒന്നും എനിക്ക് ആ വേദനയ്ക്ക് കുറവില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ചെറുമകളോട് പറഞ്ഞു, മോളെ എനിക്ക് അന്നേരം എനിക്ക് തോന്നി നമ്മുടെ ഈ നോവേദന ജെല്ല് ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് ഉപയോഗിച്ച് നോക്കാം നീ വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്ത് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, മോനൊന്ന് നടുവിനൊന്ന് പുരട്ടിത്തരാം. കാരണം നമുക്ക് തന്നെ തൂക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ അവളെയും കൊണ്ട് ഇത് പുരട്ടിച്ച് ഞാൻ പിന്നെ ഹോട്ട് വാട്ടർ ബാഗിനകത്ത് വെള്ളം ചൂടാക്കി നടുവിന് ഇങ്ങനെ വെച്ച്, സത്യം പറഞ്ഞാൽ അത് പുരട്ടി ആ ചൂടുമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ആശ്വാസമായി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ആ നടുവിന് വേദന ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് മാറി. അത് കഴിഞ്ഞപ്പം എന്റെ സിസ്റ്റർ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ അവക്കാണെങ്കിൽ നല്ല തലവേദനയാ. എനിക്ക് കൊടിഞ്ഞിയുടെ ഒരിതാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ തലവേദന ഉണ്ടാകുന്നുണ്ട്. വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങ് നല്ല തലവേദന, എന്തോ ചെയ്യുന്ന അറിയത്തില്ലെന്ന്. ഞാൻ ഈ തൈലം എടുത്ത് കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, ഈ തലയെ വെച്ചിട്ട് ഇവിടോട്ട് കിടന്നുറങ്ങ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് തൈലം അവളുടെ തലയെ വെച്ച് കൊടുത്തു. അവൾ അവിടെ കിടന്നുറങ്ങി. കുറെ കഴിഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു, മാമ എനിക്ക് ഒത്തിരി നല്ല ആശ്വാസമുണ്ട് ഇപ്പോഴ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവക്ക് തൈലം കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ അവളുടെ മകന് മംഗലാപുരത്ത് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിന് ക്ഷീണിച്ച് വല്ലാതെയായി. ഒരു വക ഭക്ഷണവും കഴിക്കത്തില്ല, വിശപ്പും ഇല്ല. ഉണ്ടോണം കാണിക്കണം എന്നൊക്കെ പറയുന്നപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, കവചപ്രാശം ഞാൻ വാങ്ങിച്ചു തരാം, പിന്നെ അത് കൊടുത്താൽ മതി നോക്കാം. അങ്ങനെ ഞാൻ കവചപ്രാശം വാങ്ങിച്ചു കൊടുത്ത് അവൻ അത് കഴിച്ചു കഴിഞ്ഞ് അവൻ നല്ല വിശപ്പായി. ഓണക്കാന ശരീരം നല്ലതായിട്ട് നന്നായി, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ കാലിന് വേദനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ പറയും ചാമ്പിത്തൈലും വേദന ജെല്ല് ഞാൻ കൊണ്ട് കൊടുത്തു. അവക്ക് ഇതിനൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ ഉണക്കിന് എന്റെ ബ്രദർ കുവൈറ്റില്, അപ്പൊ അവന് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ അവന് കാലിന് ഭയങ്കര നീരും വേദനയും, അവന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേ ഞാൻ അവനെ ഒന്ന് കാണാൻ ചെന്നപ്പോഴേ പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ വയ്യ. അവൻ തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞു, ഇങ്ങനെ കാലിന് വേദന. അപ്പൊ ഞാൻ പറയടാ, ഇന്ന ഒരു സാധനം ഉണ്ട് കയ്യിലുണ്ട്, അത് നീ ഉപയോഗിച്ച് നോക്ക്, നിനക്ക് കുറയും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതുവരെ അനിയത്തിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതായോണ്ട് ഇടയ്ക്ക് അവൻ ഇറങ്ങി അവനെ കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിനക്ക് നാളെ ഞാൻ ഇത് വാങ്ങിച്ചു തരാം, ഇത് ഞാനിപ്പം അനിയത്തിക്ക് മറ്റോ കൊടുക്കാൻ പോവില്ല, അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറ്റും, നാളെ തരാം. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ കയ്യിൽ സാധനം ഇല്ല എന്ന് ചോദിച്ചിത്രയുള്ള കുഞ്ഞോളമാടത്തിനോട് പറഞ്ഞു. കുഞ്ഞോളമാടം എനിക്ക് ചാമ്പിത്തൈലും ഒക്കെ റാന്നി കൊണ്ടെത്തന്ന് ഞാൻ അവിടുന്ന് ഇവന് കൊടുത്ത് അവനത് കൊണ്ടുപോയി അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് നല്ല പോലെ വേദനയ്ക്ക് കുറവുണ്ട്. അത് തന്നെയല്ല ഉറക്കമില്ലായിരുന്നെന്ന് പറഞ്ഞു. അവന് ഈ തൈലം തലയെ വെച്ച് കിടന്നു കഴിഞ്ഞ് അലാറം വെച്ചിട്ട് പോലും ഡ്യൂട്ടി പോകാൻ സമയമായപ്പോ അവൻ കേട്ടില്ല, അതുപോലെ കിടന്നുറങ്ങിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അവന്റെ ഒരു കൂട്ടുകാരന്, തമിഴ്നാടുകാരന്, അവൻ ഈ കാലിന് ഭയങ്കര വേദനയായിട്ട്, മുട്ടുവേദനയായിട്ട് കാല് വലിച്ചു വലിച്ചാണ് നടക്കുന്നത്, ജോലി ചെയ്യാനും ബുദ്ധിമുട്ട് ഒത്തിരി. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഈ തൈലവും ഈ നോവേദന ജെല്ലും പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് പുരട്ടി നോക്ക്, കുറവ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അത് ഒരു നേരം പുരട്ടിയതേ ഉള്ളൂ. പുരട്ടി പിറ്റേ ദിവസം വന്ന് പറഞ്ഞു, എനിക്ക് ആ സാധനം വേണം, നല്ല ആശ്വാസമുണ്ട് എനിക്ക്, ആ സാധനം അത് വേണം, എന്തോ ഇവിടെ കിട്ടും, ഏത് മെഡിക്കൽ സ്റ്റോറിലാണ് കിട്ടുന്നത് എന്നൊക്കെ. അപ്പൊ അവൻ എന്നെ വിളിച്ചു ചോദിച്ചു, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും? ഞാൻ പറഞ്ഞില്ല, ഇത് അല്ലാത്ത മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന സാധനമല്ല, ആവശ്യമുണ്ടേ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങിക്കൊടുത്തു. അവന് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ എന്റെ മകളൊക്കെ UK വന്നപ്പോഴ് അവരുടെ വീടിന്റെ പണിയൊക്കെ ഇച്ചിരി എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് മേളിലോട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്തും എന്തൊക്കെ വർക്കുകളൊക്കെ ഉണ്ട്. മരുമോന് ഭയങ്കര നടുവേദനയായിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കര നടുവേദനയാ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇതുണ്ടായിരുന്ന ഞാൻ പറഞ്ഞത് പുരട്ടി കൊടുത്ത് മോളോട് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ അത് പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റപ്പോ പറയാം, എന്റെ മമ്മി എനിക്ക് നല്ല ആശ്വാസമുണ്ട്, വേദനയ്ക്ക് ഒത്തിരി കുറവുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്ക് അതുപോലെ തന്നെ ഈ സാധനം എല്ലാം ഞാൻ കൊടുത്തു വിട്ടു. പിന്നെ അതുപോലെ തന്നെ വോണ്ട് ഹീല് അവർക്ക് എന്തോ പൊള്ളലും ഏതാണ്ടൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് അതിന്റെ പാടുപോലും ഇല്ലാതെ കണ്ട് മാറി. ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, പാടുപോലും ഇല്ലാതെ മാറി എന്ന് പറഞ്ഞു. അതുപോലെ മകനും യൂറോപ്പിന് ഈ പേസ്റ്റും നോവേദന ജെല്ലും ചാമ്പിത്തേലും ഒക്കെ അവർക്ക് ഞാൻ കൊടുത്തു വിട്ടു. അവരും പറഞ്ഞ് വേദനയൊക്കെ ഉള്ള സമയത്ത് അത് പുരട്ടിയാൽ നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഓണക്ക് എന്റെ ഒരു നെയ്ബറ് അവര് പിന്നെ ഈ മൂത്രം എന്തോ കുഴപ്പങ്ങളോ അങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നോട് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, യൂറിഫ്രഷ് തരാം, അത് കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്ത്, അത് ആദ്യം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ആശ്വാസമുണ്ട്. രണ്ടാമത് വീണ്ടും എന്നോട് വന്ന് പറഞ്ഞു, ആന്റി എനിക്കത് വീണ്ടും വാങ്ങിത്തരണം. ഞാൻ പിന്നെ 2 ബോട്ടിലൂടെ
വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റ് ഒരെണ്ണം ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ടൂത്ത് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഉപയോഗിച്ചപ്പോ അവിടെ ഹസ്ബൻഡ് കോഴിക്കോട്ടാ ജോലി ചെയ്യുന്നത്. അവൻ വന്നപ്പം ഊരിന് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട്. അപ്പൊ ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ആശ്വാസമായി. അപ്പൊ ചോദിച്ചു നീ ഈ പേസ്റ്റ് എവിടുന്നാ വാങ്ങിയത്, എനിക്ക് കൂടെ വാങ്ങിത്താന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു ആന്റി ഒരെണ്ണം കൂടെ വേണം ഇന്ന പോലെ കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പേസ്റ്റ് വാങ്ങി കൊടുത്തു അവർക്ക്. അവൻ പറഞ്ഞു നല്ലതാണ്, ഊനിന്റെ വേദനയും പല്ലിന്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെ സമയത്ത് ഞാൻ ഈ 95 കഴിച്ചു. അങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് വയറ്റിൽ നല്ല വേദനയായി. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വെള്ളം അധികം കുടിക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേ നല്ല വേദനയായിട്ട് ഞാൻ സഹിക്കാൻ മേല ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ 2-3 ദിവസത്തേക്ക് എനിക്ക് മരുന്ന് കുറിച്ച് തന്നിട്ട് പറഞ്ഞു കുറഞ്ഞില്ലേ, വന്ന് സ്കാൻ ചെയ്യണം, എന്താണ് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് അപ്പോഴും എനിക്ക് വേദനയ്ക്ക് കുറവൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ റോയ് സാറിനോട് പറഞ്ഞു സാറേ ഇന്ന പോലെ ഇത് കഴിച്ചിട്ടാണോ എനിക്ക് ഇങ്ങനെ വേദനയെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യേ, അത് ഇനി ഒരാഴ്ചത്തേക്ക് നിർത്തി വെക്ക്, അതിന് ശേഷം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നൗഷാദ് സാർ വിവരം അറിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. എന്തോ മാഡം, ഞാൻ കാര്യം പറഞ്ഞൊരു കാര്യം ചെയ്യും, മാഡം വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെള്ളം കൂടി കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോഴെന്നാ ഒരു കാര്യം ചെയ്യാം, വെള്ളം നല്ലതായിട്ട് കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, 3 എത്രയാണോന്നും അറിയില്ല, ഒത്തിരി കൂടുതലാണ് ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വയറ്റിലെ വേദനയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോണക്ക് തന്നെ എനിക്ക് മസിൽ കയറ്റമായിരുന്നു. മസിൽ കയറ്റം, കാല് കൊച്ചിപ്പിടി. കാരണം പിന്നെ AC-യിലൊക്കെ കിടന്നാലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവിടെ വന്നിപ്പോ ഒരു ഫാനിന്റെ കാറ്റ് കാലിലോട്ട് അടിക്കുമ്പോഴത്തേക്കിന് കാല് കൊച്ചിപ്പിടിക്കുക, ഉണക്ക് മസിൽ കയറ്റവും. അതുകൊണ്ട് ഇപ്പൊ മക്കള് വിളിച്ചിട്ടാണ് പോലും ഞാൻ യൂറോപ്പിന് പോകാതെ ഇരിക്കുക. കാരണം അവിടെ ഭയങ്കര തണുപ്പൊക്കെ ആകുമ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ബുദ്ധിമുട്ടാകുക. എനിക്ക് ശരീരത്തിൽ തണുപ്പടിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ എന്റെ കാലിലോട്ട് തണുപ്പടിച്ചു കഴിയുമ്പോഴത്തേന് കാല് കൊച്ചിപ്പിടിക്കും. ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അവരോടെയും പോകാതെ ഇരിക്കുക. ഞാൻ വരാമെന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ഈ മസിൽ കയറ്റമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ന്യൂട്രിലൈഫ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ, കവചപ്രാശം കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ മസിൽ കയറ്റവും കോച്ചിപ്പിടുത്തവും ഒക്കെ ആയിട്ട് അതിന് ഒത്തിരി മാറ്റം വന്നു പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലിവാഗെയിന്, ബ്ലഡ് പ്യൂരിഫയർ, ഫീലിംഗ് അയണ്, ഇമ്മ്യൂണി 3+ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് താരന് അടുത്ത ഒരു ആളിന് താരനായിട്ട് തലേന്ന് ഇങ്ങനെ ചെയ്യുന്ന ഉടനെ പൊടിയാ പറക്കുന്നത്, അതുപോലെ താരനായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഞാൻ നമ്മുടെ ഷാമ്പു വാങ്ങിക്കൊടുത്തു. അവരുടെ തലയിലെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അവിടെ തന്നെ നല്ല ചുമയുള്ള ഒരാള്, അവർക്ക് പിന്നെ എന്തെല്ലാം കഴിച്ചിട്ടും ചുമ കുറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാനിത് കൊടുത്തു. അവർക്ക് ആ ചുമയ്ക്ക് നല്ല കുറവുണ്ട്, നല്ല കുറഞ്ഞെന്ന് പറഞ്ഞു. നല്ലതായിട്ട് നമ്മുടെ കഫ്നിൽ വാങ്ങിക്കൊടുത്തു. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ പുറത്ത് നല്ല നീരും വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാന് ഒരു ബ്ലൗസ് ഒക്കെ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ അത് ഇടുമ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാല് പുറത്ത് നീരായോണ്ട് നമുക്ക് ബ്ലൗസ് ഒന്നും ഇട്ടാ കേറുമില്ലെന്ന് പറയുക. അങ്ങനെ ഒരവസരത്തിലാണ് ഞാൻ ഈ മുരിങ്ങയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ആ പുറത്തെ നീരിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പൊ അങ്ങനെ വലുതായിട്ട് നീരില്ല, കുറച്ചൊക്കെ ഒത്തിരി മാറ്റം വന്നു. പിന്നെ ഞാനിപ്പോ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലിവാഗെയിന്, ബ്ലഡ് പ്യൂരിഫയർ, 95, നമ്മുടെ ഫീലിംഗ് അയണ്, യൂറിഫ്രഷ്, മാൻശക്തിമാന്, വെൽഹാർട്ട്, അതുകൊണ്ട് തന്നെ പിന്നെ എന്തുവാ ഒത്തിരി ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ. മുക്കാലും ഇപ്പൊ ഞാൻ ഒരു ദിവസം തന്നെ ഒരു 10-11 ടാബ്ലറ്റും അതിന്റെ സിറപ്പുകളും അതുപോലെ തന്നെ പിന്നെ പ്രോട്ടീൻ പൗഡർ, ഇതെല്ലാം ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ശരീരത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല ഉന്മേഷമുണ്ട്, ഒരു കുഴപ്പവും. ഇനി വെള്ളം നന്നായിട്ട് ഇപ്പൊ കുടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വെള്ളം കുടിക്കാത്ത ഒരാളായിരുന്നു, ഇപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇപ്പൊ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്, 2 മുട്ടിനും. അതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പൊക്കെ ഇപ്പം ഈ കാലെടുത്ത് വെച്ച് കയറാനും ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനിപ്പം നമ്മുടെ നോവേദന ജെല്ലും അമ്പിത്തൈലും കൂടെ പുരട്ടുന്നുണ്ട്. അതുപോണക്ക് തന്നെ ക്യാപ്സൂള് കഴിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കുറവുണ്ട്, എങ്കിൽ തന്നെ എനിക്ക് നല്ല വേദനയുണ്ട്.
അത് മാറും എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് മാറി കിട്ടുമെന്ന് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് എന്നെ ഈ വാക്പുണ്യത്തിലേക്ക് വിളിച്ച ശിവൻകുട്ടി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീമ മാഡം. രാവിലെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ അല്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു.